ഞാൻ റിസർവ് ബാങ്ക് ഗവർണറെ വിളിക്കുകയും ബാങ്കിങ് സെക്ടർ ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശം ദൂരവ്യാപകമായ റിസൾട്ടാണ് ഉണ്ടാക്കിയത്. റിസർവ് ബാങ്ക് ഗവർണർ വന്ന് എന്നെ കണ്ടതിന് ശേഷം മറ്റ് പ്രധാനപ്പെട്ട SBI ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകളുടെയും ചെയർമാൻമാർ എന്നെ വന്ന് കാണുകയുണ്ടായി. ഞാൻ അവരോട് പറഞ്ഞത്, ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടണം. രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ സംരക്ഷിക്കുന്നവരാണ്. അതോടൊപ്പം ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി നിങ്ങളിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് കടം കൊടുക്കുമ്പോൾ അത് ഉദാരമായിരിക്കണം, അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം, പ്രത്യേകിച്ച് കാർഷിക മേഖലകളിൽ. അതോടൊപ്പം ഏതെങ്കിലും വീഴ്ച വന്നാൽ ഒരു മാനുഷിക മുഖമുണ്ടാകണം. ഇത് ഞാൻ പറയാൻ കാരണം, എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. 1969 ഇന്ദിരാഗാന്ധിയാണ് 14 സ്വകാര്യ ബാങ്കുകൾ ദേശവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ബാങ്കിങ് സിസ്റ്റത്തെ അയക്കുന്നത്. 69 എന്ന് പറയുമ്പോൾ ഞാൻ തേവര കോളേജിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. എൻ്റെ ഗ്രാമമായ കുമ്പളങ്ങിയിൽ അതുവരെയും ഒരു ബാങ്ക് സ്വകാര്യ ബാങ്കുകളുണ്ടായിരുന്നു. ഒരു ദേശസാൽകൃത ബാങ്കുകളോ ഷെഡ്യൂൾഡ് ബാങ്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ 4ഓളം ബാങ്കുകൾ അവിടെയുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന, അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഇന്നത്തെ ബാങ്കുകൾക്ക് കഴിഞ്ഞത് ഇന്ദിരാഗാന്ധി 69 എടുത്ത ചരിത്രപ്രസിദ്ധമായ തീരുമാനമാണ്. അന്ന് 14 ബാങ്കുകളെ സ്വകാര്യ ബാങ്കുകൾ ദേശവൽക്കരിച്ചെങ്കിൽ 80 വീണ്ടും 6 ബാങ്കുകളെ കൊണ്ട് ദേശവൽക്കരിച്ചു. അതിനെതിരായിട്ട് വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കയ്യിലെല്ലാം ഒതുക്കുകയാണ്, സ്വകാര്യ ബാങ്കുകൾ ഇപ്പോൾ സുതാര്യമായിരുന്നു, കുറെ കൂടി ജനങ്ങൾ ചെല്ലാൻ കഴിയും. പക്ഷേ അതൊക്കെ തകർത്തുകൊണ്ട് ബാങ്ക് ജനങ്ങളുടേതാണ്, ഉദാരമായി ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്നാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൽ അന്ന് 1 ലക്ഷം കോടി രൂപയാണ് കാർഷിക വായ്പ എഴുതി തള്ളിയത്. ഇപ്പോൾ ബാങ്കുകൾ ലാഭമുണ്ടാക്കുമ്പോൾ സ്വാഭാവികം ലാഭം ഉണ്ടാക്കണം, കിട്ടാക്കടക്ക് കുറക്കണം. ഇതൊക്കെ ബാങ്കുകളുടെ ഉത്തരവാദിത്തമാണെങ്കിലും ബാങ്കിങ് സെക്ടർ ജനങ്ങളോടൊപ്പമാണ് നിൽക്കേണ്ടത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, യുവാക്കൾ, ചെറുകിട നിക്ഷേപകർ, ചെറുകിട കർഷകർ, അങ്ങനെ അവരോടൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനമായി ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ഇന്ന് ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭയപ്പാട് പൊതുസമൂഹത്തിനുള്ളത്, ബാങ്കുകൾ ഒരു ഭയപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം, കടം വാങ്ങിച്ചാൽ തിരിച്ചടക്കണം, പലിശയോടുകൂടി തിരിച്ചടക്കണം. പക്ഷെ ഇപ്പോൾ വയനാട് പോലെയുള്ള ദുരന്തങ്ങളുണ്ടായി. ആ ദുരന്ത പ്രദേശത്തെ ജനങ്ങൾക്ക് എങ്ങനെ തിരിച്ചടക്കാൻ പറ്റും? അവിടെ കർഷകരുണ്ട്, അവിടെ വിദ്യാർത്ഥികളുണ്ട്, ചെറുകിട സംരംഭകരുണ്ട്. അവരോട് പറയുകയാണ്, നാളെ നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുള്ളതെല്ലാം കണ്ടുകെട്ടും എന്ന് പറഞ്ഞാൽ അത് ഒരു സാമൂഹ്യ നീതിയായി ഇന്ന് നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഒറ്റപ്പെട്ട സ്ത്രീകൾ, ആരും നോക്കാത്ത സ്ത്രീകൾ, അവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ബന്ധുക്കൾ അവർ തന്നെ കടമെടുത്ത് വീട് ജാമ്യം കൊടുത്ത് അവസാനം തിരിച്ചടക്കാൻ വരാതെ അവരെ തെരുവീതിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അതല്ലൊരു സാമൂഹ്യ നീതി. എന്ന് പറഞ്ഞു വന്നത്, അന്ന് റിസർവ് ബാങ്ക് ഗവർണർ വിളിച്ച് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ജനങ്ങളോടൊപ്പം നിൽക്കണം. ഇത് വൻകിട മുതലാളിമാരുടെ കൂടെയോ മൾട്ടിനാഷണൽ കമ്പനികളുടെ കൂടെയല്ല, മറിച്ച് നിൽക്കേണ്ടത് ജനങ്ങളോടൊപ്പമാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഞാനിപ്പോൾ എൻ്റെ പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ ധാരാളം പരിപാടികൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. സമ്പാദ്യം ഒരു ശീലമാക്കൂ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പദ്ധതി. അപ്പം അങ്ങനെ ബാങ്കിങ് സെക്ടറിലേക്ക് കടന്നു ചെല്ലാൻ, അത് ജനങ്ങളിലെത്താൻ കഴിഞ്ഞത് അന്ന് തുടങ്ങി വെച്ച സംരംഭമായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല, കുറെ കൂടി ഈ ബാങ്കിൻ്റെ സമീപനം, ജനങ്ങളിലേക്കുള്ള സമീപനം കുറെ കൂടി സ്നേഹപൂർവ്വമാകണം. നമുക്കറിയാം, സ്വർണം പണയം വെക്കുന്ന കർഷകരുണ്ട്. അങ്ങനെ സ്വർണം പണയം വെക്കുന്ന കർഷകരുടെ പലിശ അത് കുറക്കണം. പക്ഷെ അവിടെയും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. കാർഷിക ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് ചില സ്വകാര്യ ബാങ്കുകൾ സ്വർണം കൊടുത്ത് പണയം വെച്ച്, നാഷണൽ ബാങ്ക് പണയം വെച്ച് ആ പൈസ വാങ്ങിച്ച്, അത് കുറഞ്ഞ പലിശയ്ക്കാണ് കിട്ടുന്നത്, അത് വാങ്ങിച്ച് മറിച്ച് വലിയ പലിശയ്ക്ക് കൊടുക്കുന്നു. അതല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അന്ന് ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിപ്പോൾ എടുത്ത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ബാങ്കുകൾ കർഷകരിലേക്ക് ചെല്ലുമ്പോൾ പലിശ കുറച്ച് കൊടുക്കണം. അതിൽ അവരുടെ ചിലപ്പോൾ സ്വർണമായിരിക്കാം, ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ കൃഷിസ്ഥലങ്ങളാവാം. അത് പണയം വെക്കുമ്പോൾ ചെറിയ പലിശ പാടുള്ളൂ. പക്ഷെ അതിപ്പോൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത്തരം ഇഷ്യൂസുകൾ പിന്നീട് ഞങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഏതായാലും ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ വലിയ ഒരു മാറ്റം നമുക്ക് വരുത്താൻ കഴിഞ്ഞത് ഈ റിസർവ് ബാങ്ക് ഗവർണർ വിളിച്ചതും അതിനെ തുടർന്ന് ദേശസാൽകൃത ബാങ്കുകളുടെ മേധാവികൾ വന്നതുമായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബാങ്കിങ് സെക്ടർ ഇന്ന് വളരെ സുരക്ഷിതമായൊരു ബാങ്കിങ് സെക്ടറാണ്. നമ്മുടെ NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, കിട്ടാക്കടം ഇന്ന് ഒരു ആരോഗ്യകരമായ നിലയിലാണ് നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ അന്നത്തെ നടപടികൾ ശരിയായിരുന്നുവെന്നും അത്
ശരിയായ ദിശയിലൂടെയാണ് പോയതെന്നും ഇന്നത്തെ കാലഘട്ടം തെളിയിക്കുന്നതായിട്ടാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് നല്ലൊരു മുഖം കൊടുക്കാൻ എൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു. 14 മുതൽ 17 വരെയുള്ള കാലഘട്ടം. അന്ന് വളരെ പ്രഗത്ഭരായ അംഗങ്ങളാണ് കമ്മിറ്റിക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച്, സബ് കമ്മിറ്റികൾ രൂപീകരിച്ച്, റെയിൽവേ, ഡിഫൻസ്, ഈ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന സംവിധാനം, ഇങ്ങനെ ഒരു ഫലപ്രദമായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു. ഞാൻ PSC ചെയർമാനായതിനു ശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് വന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്, ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ്. ഇപ്പോൾ KC വേണുഗോപാലാണ് PSC ചെയർമാനായത്. പാർലമെൻ്ററി കമ്മിറ്റികളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ജനസ്വാധീനമുള്ളതും ജനങ്ങളുടെ ജീവിതത്തിലെ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായ ഒരു പ്രധാനപ്പെട്ട പാർലമെൻ്ററി കമ്മിറ്റിയായി PSC വളർത്തിയെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കൊരു പങ്കുണ്ട് എന്നുള്ളതിൽ വലിയ അഭിമാനവും സന്തോഷവുമാണ് എനിക്കുള്ളത്. അന്നുള്ള സ്പീക്കർമാർ ഇക്കാര്യത്തിൽ വലിയ പിന്തുണയാണ് എനിക്ക് നൽകിയിരുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പല അഭിപ്രായ വ്യത്യാസങ്ങൾ, എൻ്റെ ഈ നടപടികൾ, ഞാൻ എടുക്കുന്ന ചില നടപടികളിൽ പാർട്ടിക്കകത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിലും സോണിയാജിയുടെ മുഴുവൻ സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന ആ 3 വർഷക്കാലം, 14 മുതൽ 17 വരെ ഉള്ള കാലഘട്ടം എൻ്റെ പാർലമെൻ്ററി ലൈഫിലെ ഒരു വ്യത്യസ്ത മുഖമായിട്ടാണ് ഞാൻ കാണുന്നത്. 14 മുതൽ 19 വരെയുള്ള പ്രതിപക്ഷത്ത് ഇരുന്ന് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പാർലമെൻ്ററി ജീവിതത്തോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിലും എനിക്ക് വളരെ സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ദിഗ്വിജയ് സിംഗിനോടൊപ്പം, അദ്ദേഹം വളരെ സീനിയർ നേതാവാണ്, അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലുണ്ടായിരുന്നു, അദ്ദേഹം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടൊപ്പമാണ് എനിക്ക് കർണാടകയുടെ ചാർജ് നൽകിയത്. കർണാടകയുടെ ചാർജ് നൽകിയ കാലഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ തിരഞ്ഞെടുപ്പ് എനിക്ക് സജീവമായി പങ്കാളിത്തമുണ്ടായിരുന്നു. വളരെ സീനിയർ നേതാക്കന്മാർ, എനിക്ക് അടുത്ത പരിചയമുള്ള മാർഗരറ്റ് ടാൻബയും അതുപോലെ തന്നെ ഓസ്കാർ ഫെർണാണ്ടസും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരോടൊപ്പം ഞാൻ കർണാടകയിൽ വ്യാപകമായി യാത്ര ചെയ്തു. ആ യാത്രയിലാണ് ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകണം എന്ന ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായത്. സ്വാഭാവികമായിട്ടും ഗ്രൂപ്പുകളുണ്ടാകും, താല്പര്യങ്ങളുണ്ടാകും. അങ്ങനെ ഉള്ളപ്പോൾ പോലും പൊതുവായ കാര്യത്തിൽ, തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാണുള്ള പൊതുവായ കാര്യം, അതിൽ എല്ലാവരും യോജിക്കണം. അങ്ങനെ സ്ഥാനാർത്ഥി വന്നപ്പോൾ ചർച്ച ചെയ്ത് അഹമ്മദ് പട്ടേലാണ് ഓർഗനൈസേഷൻ ചാർജുള്ള സെക്രട്ടറി. ഞാൻ അദ്ദേഹത്തിനാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വ്യക്തമായി ഓരോന്നും ഞാൻ എഴുതി, ഓരോ നിയോജകമണ്ഡലങ്ങളും പഠിച്ച് വ്യക്തമായിട്ട് എഴുതി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. ആ റിസൾട്ട്, ആ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു വന്നു. ആ പുതിയൊരു അധികാരത്തിലേക്ക് കോൺഗ്രസിന് കർണാടകത്തിൽ വരാൻ കഴിഞ്ഞു. ആ തിരഞ്ഞെടുപ്പിൽ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നത് ഡോക്ടർ പരമേശ്വറാണ്. അദ്ദേഹം വളരെയധികം സ്വാധീനമുള്ള, എന്നാൽ വളരെ മാന്യമായി പെരുമാറുന്ന, അതോടൊപ്പം തന്നെ കർണാടകത്തിലെ മെഡിക്കൽ രംഗത്ത് അദ്ദേഹത്തിന് ധാരാളം കോളേജുകളുണ്ട്, അവിടെയൊക്കെ മുൻപിൽ നിൽക്കുന്ന ഒരാളാണ് ഡോക്ടർ പരമേശ്വരൻ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സോണിയാഗാന്ധി എടുത്ത തീരുമാനം അംഗങ്ങളുടെ അഭിപ്രായം അറിയണം. ഞാനും ദിഗ്വിജയ് സിംഗും കൂടിയാണ് ഓരോരുത്തരെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ സിദ്ധരാമയ്ക്കാണ് ഭൂരിപക്ഷമുണ്ടായത്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നതിനും ഇതുപോലെ നല്ലൊരു വിജയമുണ്ടാക്കുന്നതിനും പരമേശ്വരൻ്റെ സംഭാവനയുണ്ട്, വലിയ സംഭാവന. അദ്ദേഹം പാർട്ടി അണികളിൽ നടന്ന് വിജയത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയപ്പോൾ സിദ്ധരാമ മറ്റൊരു തരത്തിലാണ് പോയത്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി താല്പര്യം പരമേശ്വരനായിരുന്നു. ഞാൻ സോണിയാജിയോട് പറഞ്ഞു, അങ്ങളെ കൂടുതൽ നിൽക്കുന്നത് സിദ്ധരാമയ്യയുടെ കൂടിയാണ്. കാരണം പരമേശ്വർ ജനങ്ങളിലേക്ക് പോയപ്പോൾ, പാർട്ടി അണികളിലേക്ക് പോയപ്പോൾ, തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടണമെന്ന ഒരു സന്ദേശവുമായി പോയപ്പോൾ സിദ്ധരാമ ജയിച്ചു വരാവുന്ന ജനപ്രതിനിധികളെ സ്വാധീനിക്കുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അർഹൻ എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഡോക്ടർ പരമേശ്വരൻ. സോണിയാജി പറഞ്ഞാൽ അതല്ല, നമ്മളൊരു ഫോർമുല ഉണ്ടാക്കിയിട്ട് ജയിച്ച് ജനപ്രതിനിധികളോട് ചോദിക്കണം, മറ്റൊന്നും കൺസേർവ് ചെയ്യേണ്ട. പക്ഷെ പരമേശ്വർക്ക് അംഗീകാരം കൊടുക്കും. ഞാൻ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ കൊണ്ടുവരികയുണ്ടായി. എൻ്റെ പല സുഹൃത്തുക്കളെയും അതിൽ കൊണ്ടുവന്ന് അങ്ങനെയുള്ള ഒരു കോൺഗ്രസിന് അനുകൂലമായ ഒരു ഭരണമാറ്റം അവിടെ കർണാടകയിൽ കൊണ്ടുവരാൻ കഴിയും. മറ്റൊരു സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുക. 3 സീറ്റുകൾ അവിടെ വേക്കൻ്റ് ഉണ്ട്. അതിലൊന്ന് ഓസ്കാർ ഫെർണാണ്ടസ് സ്വാഭാവികമായിട്ട് കിട്ടും. ജയറാം രമേശ് രംഗത്ത് വന്നു. 3ാമത്തെ സീറ്റ് കോൺഗ്രസ്സിന് മാത്രമായി കിട്ടില്ല. കാരണം ഭൂരിപക്ഷം ആ 3ാമത്തെ സീറ്റ് കിട്ടുന്ന എണ്ണം നമ്മുടെ കയ്യിലില്ല. ഞാൻ സോണിയാജിയോട് പറഞ്ഞു, ഓസ്കാർ ഉണ്ട്, ജയറാം രമേശ് വന്നു. ജയറാം രമേശിന് അവിടെ സ്വീകാര്യത കുറവാണ്. കാരണം അദ്ദേഹം അവിടുത്തുകാരനല്ല, അദ്ദേഹം പുറത്തു നിന്ന് വരുന്ന ഒരാളാണ്. അവിടെ ധാരാളം നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കിയപ്പോൾ അവസാനം പുറത്തുനിന്ന് ഒരാൾ കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 3ാമത്തെ സീറ്റ് നമുക്ക് തനിച്ച് ജയിക്കാൻ കഴിയില്ല, ആരെയെങ്കിലും കൂടി കൂട്ടുപിടിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കച്ചവടം നടക്കുന്ന ഈ 3ാമത്തെ സീറ്റിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടന്നപ്പോൾ ഞാൻ സോണിയാജി പറഞ്ഞു, നമുക്ക് 3ാമത്തെ സീറ്റ്
നമ്മുടെ കൂടെ സഹായമുണ്ടെങ്കിൽ ആർക്കും വരാൻ കഴിയും. അങ്ങനെ വരുന്ന ഒരാൾക്ക് നമ്മൾ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കണം, നമ്മുടെ മെമ്പറായിട്ട് വരണം. അത് സോണിയാഗാന്ധി അംഗീകരിച്ചു. ഞങ്ങൾ കൗണ്ടിംഗ് ഡേയിൽ ഞാനും ദിഗ്വിജയ്ക്കും അസംബ്ലി ഹാളിലുണ്ടായിരുന്നു. അപ്പം അന്നത്തെ നിലപാട് ഓരോ അംഗവും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒബ്സർവറുണ്ട്, ആ ഒബ്സർവറെ കാണിക്കണം, എന്നിട്ട് വേണം പെട്ടിയിലിടാൻ. അപ്പോൾ ഞാൻ ആ ഒബ്സർവറോട് പറഞ്ഞു, നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എനിക്കറിയാം ഇന്നയാൾ വന്ന് ഇന്നയാൾക്ക് വോട്ട് ചെയ്തു, ഇന്നയാൾ. അപ്പോൾ നമ്മൾ ഓരോ മെമ്പറിന് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇന്നയാൾ ജയറാം രമേശ് വോട്ട് ചെയ്യണം, ഇന്നയാൾ ഓസ്കാറിന് വോട്ട് ചെയ്യണം, മറ്റേ അതൊരു പോലീസ് ഓഫീസറാണ്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം. ഈ 3 പേർക്കും വളരെ വ്യക്തമായി അംഗങ്ങളെ വിഭജിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു ഓസ്കാറിന് ചെയ്യട്ടെ, ഓസ്കാറിന് വോട്ട് ചെയ്യേണ്ട ആളുകൾ വോട്ട് ചെയ്യട്ടെ. നമ്മുടെ പാർട്ടി ഒബ്സർവർ ആ വോട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് തോന്നുന്നു, സാർ ഇന്ന ആളുകൾ ഓസ്കാറിന് വോട്ട് ചെയ്തിട്ടുണ്ട്, പ്രശ്നമില്ല. നമ്മൾ എന്നാൽ അടുത്തത് ആർക്കാ കൊടുക്കുക? ജയറാം രമേശ്. അപ്പം ജയറാം രമേശിന് ഈ ജയിക്കേണ്ടതിനേക്കാൾ 2 or 3 ആളുകളെ കൂടുതൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് സംശയം ആളുകൾ മാറി ചെയ്യും, കാരണം ഇദ്ദേഹത്തിന് വ്യക്തിപരമായി ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓസ്കാറെ ജയറാം രമേശ് പേടിക്കേണ്ട, നമ്മൾ അറേഞ്ച് ചെയ്യാം, നമ്മൾ നോക്കും, നിങ്ങൾക്ക് ആവശ്യത്തിന് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 3ാമത്തെ ആളെ കൂടി വിജയിപ്പിക്കണം. അത് ടഫാണ്, കാരണം നമ്മുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കില്ല, അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് വോട്ട് കൂടി വരണം. അപ്പോൾ അങ്ങനെ നിങ്ങളും ഓസ്കാറും ആവശ്യത്തിന് ജയിക്കുന്ന ഭൂരിപക്ഷം വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 3ാമത്തെ കാൻഡിഡേറ്റിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അമർഷം ജയറാം രമേശുണ്ട്. ഞാനപ്പോൾ അവിടെ ഇരുന്ന് നേരെ സോണിയാഗാന്ധിയെയും മമതയെയും വിളിക്കുന്ന ഓസ്കാറിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രോബ്ലവും ഇല്ല, ഈസിയായിട്ട് ജയിക്കും, നമ്മൾ വോട്ട് ഉണ്ട്. ജയറാം രമേശിനും പ്രശ്നമില്ല. പക്ഷേ ജയറാം രമേശിന് ഒരു 3-4 പേരുടെ വോട്ട് കൂടി വേണം എന്നൊരു അഭിപ്രായം, പേടികൊണ്ടാണ്. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ നോക്കുന്നുണ്ട്. ഓരോ വോട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒബ്സർവറോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജയിക്കണമെങ്കിൽ 3ാമത്തെ സീറ്റ് കൂടി ജയിക്കണമെങ്കിൽ ജയറാം രമേശിന് അധികമായ 2 or 3 സീറ്റ് വോട്ട് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ സോണിയാഗാന്ധിയും മമത പറയുന്നത് അത് പ്രോസസ് ചെയ്തോളൂ, നമുക്ക് ജയറാം ജയിക്കണം, 3ാമത്തെ ആളെ കൂടി ജയിപ്പിക്കാൻ കഴിയുമെങ്കിൽ നല്ല ഒരു കാര്യമാണ്. അങ്ങനെ ആ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ 3 പേരെയും നമുക്ക് കോൺഗ്രസിൻ്റെതായ രാജ്യസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ അനുഭവമായി, നമ്മളൊരു തിരഞ്ഞെടുപ്പുമായി പോകുമ്പോൾ, പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ വലിയൊരു അനുഭവമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും ധാരാളം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ചുക്കാൻ കുടിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അരൂർ ബൈ ഇലക്ഷനാണ്, ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പ്. അന്ന് എനിക്ക് 2019 സീറ്റ് നിഷേധിച്ച കാലഘട്ടമാണ്. എനിക്ക് എറണാകുളത്ത് മത്സരിക്കണം എന്നൊരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന KPC തീരുമാനിച്ചത് ഞാൻ അരൂര് ചാർജ് എടുക്കണമെന്നായിരുന്നു. ആ അരൂര് ചാർജ് എടുക്കും ഞാൻ PT തോമസിനെ കൂടെ കൂട്ടി. കാരണം PT കുറേ കൂടി ശക്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് മുഖം നോക്കി കറുപ്പിച്ച് പറയാൻ കഴിയില്ല, PT വേണ്ടി വന്നാൽ കറുപ്പിച്ച് പറയാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി നേതൃത്വം കൊടുത്താണ് അരൂർ നിയോജകമണ്ഡലത്തിൽ ഷാനിമോൾ ഉസ്മാന് വേണ്ടി ഇറങ്ങിയത്. അന്ന് KPCക്ക് സാമ്പത്തിക പരിമിതികളുണ്ട്. ഞങ്ങൾ വീട് തോറും കയറി ഇറങ്ങി ഓരോ വോട്ടിനോടൊപ്പം കാശും എന്താ പറയുന്നത്, സ്ഥാനാർത്ഥിക്ക് പൈസയില്ല, എല്ലാവർക്കും അറിയാം. അത് വലിയ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു. പക്ഷെ പിന്നീട് വന്ന തിരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഷാനിമോൾ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചത്. അത് എൻ്റെ തിരഞ്ഞെടുപ്പാണെങ്കിലും 84 ഞാൻ മത്സരിക്കുമ്പോഴും പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിലും ഞാൻ സാധിക്കുന്നതും അതിരാവിലെ എഴുന്നേറ്റ് നടന്ന് വീടുകൾ കയറി വോട്ട് ചോദിക്കും. ഒരു കാലഘട്ടത്തിൽ എന്നോട് പലരും പറഞ്ഞു, മാഷിൻ്റെ അങ്ങനെ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല, മാഷിനറിയാത്ത ആളുകൾ ആരുമില്ല. ഉദാഹരണം 2001 ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോൾ എറണാകുളത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, മാഷ് ഈ വീടുകൾ കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല, മാഷ് ഒരു ജീപ്പിൽ കയറി പോയാൽ മതി, പിന്നെ അത്യാവശ്യം ആളുകൾ വീട്ടിൽ. നമ്മളത് ശരിയല്ല, നമ്മൾ ഇറങ്ങണം. അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ നമ്മുടെ മുഖത്ത് നോക്കി പറയാനും ഓർക്കും. ഞാനും ഈഡനും കൂടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഞാൻ MP ആയിട്ടും ഈഡൻ എറണാകുളം MLA ആയിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ ഞങ്ങൾ പനമ്പള്ളിനടുത്തുള്ള ഒരു കോളനിയുണ്ട്, കോളനി PNT കോളനി. PNT കോളനിയിൽ ഞാനും ഈഡനും കൂടി ചെല്ലുക പ്രചരണത്തിന്. അപ്പോൾ ജീപ്പിലാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്ന്, പ്രായമുള്ള സ്ത്രീ എന്നോട്, താനെവിടെയാ, താനെവിടെ നിന്ന് ജയിച്ചു പോയിട്ട് തന്നെ കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈഡനല്ലല്ലോ ഞാൻ, ഈഡൻ ഇവിടുത്തെ MLA അല്ലേ. അപ്പോൾ അദ്ദേഹം ഇടക്കിടക്ക് വന്ന് ചേരും, നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഡൽഹി പോകുന്നതുകൊണ്ട് എപ്പോഴും എനിക്ക് വരാൻ പറ്റും, പക്ഷേ നിങ്ങൾ വിളിച്ചിട്ടുള്ള എല്ലാ പരിപാടിക്കും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രക്ഷയ്ക്ക് വെച്ചത് ഈഡനാണ്, ജോർജ് ഈഡൻ പറഞ്ഞു, മാഷിന് വേണ്ടിയല്ലേ ഞാനിവിടെ നിൽക്കുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യത്തും ഞാൻ നിങ്ങളോടൊപ്പം വരുന്നില്ലേ. അപ്പോൾ ഈഡൻ വളരെ ജനപ്രിയനാണ്. ഒരു സ്മോൾ കഴിക്കണേനും ഈഡന് വിരോധമുള്ള ആളല്ല.
അപ്പം അദ്ദേഹം ജനങ്ങളോട് കൂടി നിന്ന് കാപ്പിയും കുടിക്കും, സ്മോളും കഴിക്കും, ഭക്ഷണവും കഴിക്കും, അങ്ങനെ എല്ലാം ചേരുന്ന ജനപ്രിയ നേതാവാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, മാഷേ ഇവിടെ എന്ത് വരാൻ പറ്റുമോ, ഞാനില്ലേ നിങ്ങളുടെ കൂടെ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പിന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കണം, അവരുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ നമ്മൾ നിൽക്കണം. ആ കാര്യത്തിൽ ജോർജ് ഈഡൻ എല്ലാവർക്കും ഒരു മാതൃകയായ ഒരു നേതാവാണ് എന്ന് എനിക്ക് എക്കാലവും ഞാനും ഈഡനും തമ്മിൽ വലിയ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഒരു സന്ദർഭത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒത്തിരി ആളുകളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ടി.എച്ച്. മുസ്തഫ, അദ്ദേഹം DC പ്രസിഡന്റായിരുന്ന കാലത്താണ് ഞാൻ അവിടെ DC ഓഫീസിൽ ചെല്ലുന്നത്, 68-70 കാലഘട്ടങ്ങളിൽ. അദ്ദേഹം നല്ലൊരു സംഘാടകരാണ്. PP തങ്കച്ചൻ, സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവ്, മാന്യനായ രാഷ്ട്രീയ നേതാവ്, പക്ഷേ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് അദ്ദേഹത്തിന് വലിയ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ALJ പേട്ടൻ പാട്ടുപാടി വോട്ട് പിടിക്കുന്നയാളാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കണ്ടുകൊണ്ടാണ്, അതൊരു വളർന്നിട്ടാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത്.